ഹലോ. ഇന്ന് നമ്മളെ ട്രഡീഷണൽ റൗണ്ടിലേക്ക് പോവുകയാണ്. അപ്പം നമ്മളിത് പണ്ടൊക്കെ സ്ഥിരം എല്ലാ വീട്ടുകളും ഉണ്ടാക്കി വരുന്നതാണ്. പക്ഷെ ഇപ്പം ചില മടി കാരണം ഞാനൊക്കെ കുറവാണ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിതാ ഏട്ടനാണ് ഇന്ന് ഉണ്ടാക്കാം. എപ്പോഴും ഏട്ടൻ തന്നെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇന്നും ഏട്ടന് തന്നെ വിട്ടുകൊടുത്തു. ഏട്ടൻ ഇനി ബാക്കി കാര്യങ്ങൾ ഏട്ടൻ സംസാരിക്കും. ഓക്കെ, ട്രഡീഷണൽ കേരള റൗണ്ട് എന്ന് പറയുമ്പോൾ കേരളത്തിന് തനതായിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും നമ്മൾ മറക്കേണ്ടി വരും. കാരണം കപ്പ ബ്രസീലിൽ നിന്ന് വന്നതാണ്, അപ്പവും പുട്ടും ശ്രീലങ്കയിൽ നിന്ന് വന്നതാണ്, നമുക്ക് ദോശയും ഇഡ്ഡലിയും തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ്. അങ്ങനെ നോക്കുമ്പം കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡിഷസ് നമ്മൾ ഓർക്കുകയാണെങ്കിൽ ഏറ്റവും പഴക്കം ചെന്നത് നമുക്ക് സദ്യ പറയാൻ പറ്റും. സദ്യ കേരളത്തിൻ്റെയാണ്. കാരണം അത് വേറൊരു സ്ഥലത്ത് നമുക്കതുപോലൊരു ചിട്ട കാണാറില്ല. അത് കഴിക്കുന്നതിൻ്റെ രീതിയിലുള്ള ചിട്ട. പിന്നെ അവിയൽ ഭീമൻ ഉണ്ടാക്കിയത് കാരണം അതിലും വേറെ എവിടെയോ ഒരു ടച്ചൊക്കെ ഉണ്ട്. അപ്പോൾ ട്രഡീഷണൽ ഓൾഡസ്റ്റ് ഡിഷ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പഴക്കം ചെന്ന കേരളത്തിൻ്റെ തനതായിട്ടുള്ള ഒരു ആഹാരം എന്ന് പറയുന്നത് ഒട്ടട എന്ന് പറയും. ഈ ഒട്ടട എന്ന് പറയുന്നത് നല്ല വാഴയിലയിൽ ഉണ്ടാക്കുന്നതാണ്. അത് 3 തരത്തിൽ 4 തരത്തിലൊക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അത് അരിമാവിൽ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ ഗോതമ്പിലാണ് ഒട്ടട ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും പഴക്കം ചെന്ന ട്രഡീഷണൽ കേരള ഡിഷ് ഒട്ടടയാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല വാഴയിലയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. നമുക്ക് ഒരു നുള്ളുപ്പ് വേണം, ജീരകം വേണം, ഏലക്ക വേണം, ശർക്കരയും തേങ്ങയും വേണം, അതിനോടൊപ്പം ഗോതമ്പ് പൊടി വേണം, നല്ലൊരു മൺചട്ടി വേണം, വാഴയില വേണം. ഇത്രയും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒട്ടട റെഡി. അപ്പം നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. പണ്ട് ഞാനൊക്കെ ഉണ്ടാക്കിയത് നമ്മൾ ദോശക്കല്ലുണ്ടല്ലോ, ഇരുമ്പിൻ്റെ ദോശക്കല്ലുണ്ട്, അതിൽ വെച്ചിട്ടാണ് ഈ സംഭവം ഉണ്ടാക്കിയത്. നമ്മൾ അതിനെ ഇലയടാന്ന് പറയും, ഒട്ടടാന്ന് ഞാൻ അങ്ങനെ ഏട്ടൻ പറഞ്ഞപ്പോഴാണ് ഇതാണല്ലേ അത് എന്നെനിക്ക് മനസ്സിലായത്. നമ്മളൊക്കെ ദോശക്കല്ലിൽ വെച്ചിട്ടാണ് തിരിച്ചും മറിച്ചിട്ടൊക്കെ ഇല വെച്ചിട്ട് ചെയ്യാറുണ്ടല്ലോ. ഇപ്പം അത് അധികം കാണാറില്ല അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് അതിലോട്ട് പോവാം. അപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഗോതമ്പ് മാവിൽ ആ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ജീരകം 2 നുള്ള ജീരകമാണ് എടുത്തിട്ടുള്ളത്. അതിനോടൊപ്പം നമ്മൾ ഏലക്ക ആ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഏലക്കയും നമ്മളിതിലേക്ക് ചേർക്കുക. അപ്പോൾ ഇതിൻ്റെ ആ ഫ്ലേവർ എന്തിനാണ് കല്ലിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് പൊടിഞ്ഞു പോകത്തില്ല, നല്ല സ്മെല്ലുണ്ടാവും. അപ്പോൾ ജീരകത്തിൻ്റെയും അതിൻ്റെ കൂടെ പൊടിക്ക ഏലക്കയും അതൊന്ന് ഇടിച്ച് വെച്ചിട്ടുണ്ട്. മതി. ഇത് നമ്മൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ 2 കപ്പ് ഗോതമ്പ് മാവാണ് നമ്മൾ മിക്സ് ചെയ്യാൻ പോകുന്നത്. തിളച്ച വെള്ളത്തിലാണ് അത് മിക്സ് ചെയ്യുന്നത്. നമ്മൾ തിളച്ച വെള്ളം ഉപയോഗിക്കണം. നമ്മൾ ചൂടുവെള്ളമായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കൊളാജൻ റിലീസാവും. കൊളാജൻ റിലീസാവുമ്പോൾ വളരെ സോഫ്റ്റായിട്ട് കിട്ടും. അതിനകത്ത് ഈ വലിഞ്ഞ് വരണത് ചൂടുവെള്ളം നമ്മൾ മിക്സ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ കൈകൊണ്ട് കുഴയ്ക്കാം, തെറ്റൊന്നുമില്ല. പക്ഷേ ഇത് സോഫ്റ്റായിട്ട് നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ നമ്മൾ കൈകൊണ്ട് കുഴക്കാം. അപ്പോൾ അത് മിക്സ് ചെയ്യുന്ന സമയത്ത് ആ മാവ് മിക്സ് ചെയ്യുന്ന സമയത്ത് 1 കപ്പ് തേങ്ങ, ഒരു നുള്ള് ഏലക്ക, അതിൻ്റെ കൂടെ ശർക്കര നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇനി ഇല കീറാൻ തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിൽ ഇലയിൽ നമ്മൾ ഈ ഗോതമ്പ് മാവ് നല്ല സോഫ്റ്റായിരിക്കുന്ന ഗോതമ്പ് മാവ് പരത്തിയിട്ട് അതിൽ ഫില്ലിങ് വെച്ചിട്ട് മടക്കിയിട്ടാണ് നമ്മൾ ഒട്ടട ചൂടുക. അപ്പോൾ ആദ്യം നമുക്കിത് ചെയ്തു തുടങ്ങാം. ഇത് നമ്മൾ എത്രത്തോളം തിന്നായിട്ട് നമ്മൾ പരത്തുന്നോ അത്രത്തോളം നമുക്ക് ആ തേങ്ങയുടെയും ശർക്കരയുടെയും ടേസ്റ്റും ആ മാവ് വെന്ത് വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റും നമുക്കറിയാൻ പറ്റും. ഇത് മൺചട്ടിയിൽ ചൂടുന്നവരുണ്ട്, കല്ലിൽ ചൂടുന്നവരുണ്ട്. അപ്പോൾ അതാണ് ഓരോ രീതിയിൽ ചെയ്യുന്നത്. അപ്പോൾ കല്ലിൽ ചൂടുമ്പോൾ നമ്മൾ ഗ്ലാസ് ഒരു അടപ്പ് വെച്ച് നമ്മൾ അടച്ചു വയ്ക്കും. ചട്ടിയിലാകുമ്പോൾ നമ്മൾ ഇറക്കി വെച്ചിട്ട് അതിന് മേളിൽ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു വെയിറ്റിനും വേണ്ടിയിട്ടും പിന്നെ ആ സ്റ്റീമിങ് കൂടെ നടക്കും. അപ്പോൾ നമ്മളിതിനെ മടക്കാൻ പോവാണ്. ഒട്ടട ഇറക്കി വെക്കുകയാണ്. തേരിറങ്ങുകിലേ മഴത്തൂവലും തരുമോ നോവലിഞ്ഞ മിഴി ഒരു സ്നേഹനിദ്ര എഴുതാ
ഒട്ടട പണ്ട് വീടുകളിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പം അത് അങ്ങനെ തന്നെയൊക്കെ. ഏറ്റവും കൂടുതൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നു. അതായത് സൗത്തിലൊന്നും അധികം ഒട്ടടയൊന്നും ആരും കേട്ടിട്ടില്ല. ഞാൻ ഒട്ടടയെക്കുറിച്ച് കേൾക്കുന്നത് കണ്ണൂരിൽ നിന്നാണ്. അതത് ഇങ്ങനെ അടിച്ചതാ. എന്തിന്? കണ്ണൂരിൽ നിന്ന് കേട്ടതുണ്ട്. എന്റെ നെഞ്ച് കുത്തി പൊട്ടിച്ചതല്ല. ചങ്ക് ചങ്ക് കൂടുതൽ അടിക്കാത്തോണ്ട് ഇതെല്ലാം മണങ്ങണ്ട് ഇവിടെയൊക്കെ പറ്റി പിടിച്ചാലോ. കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒരുങ്ങി എത്തിയതല്ലേ, അപ്പൊ അത് കൊളാക്കണ്ടല്ലോ. ഇപ്പോഴാണ് അതിൻ്റെ ആ ഒരു മണം വന്നത് കേട്ടോ. ആ ഇല കരിഞ്ഞു കിട്ടുമ്പോൾ ആ ശർക്കരയും തേങ്ങയും ആ ഏലക്കായുടെയും ജീരകത്തിൻ്റെയും ആ ഇലയുടെയും ആ ഒരു വാടിയ ആ ഒരു സ്മെല്ലുണ്ടല്ലോ. ഇന്ന് ഞാൻ എന്താ പറയുക, എത്ര ഇത് ആവേശം കാണിക്കുന്നു. എനിക്കും കൂടി കഴിക്കാല്ലേ. ഞാൻ വർഷങ്ങളായി ഞാനിതൊന്നും ഉണ്ടാക്കാത്തത്. ഒരു ചിന്നത ഉണ്ട്, ഒരു ചിന്നത സ്വരമായി ഈ സ്വപ്നം സഫലം അത്രേ ഉള്ളൂ. ബാക്കി പാടിയ ശ്വാസം മുട്ടും. വരട്ടെ. മുരളികയൂതും ദൂരെ എന്തായി കാര്യങ്ങള്? അപ്പോൾ ഒട്ടട ആയിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പഴകിയ സ്നാക്ക് അതാണ്. നമുക്ക് പറയാവുന്നതിൽ വെച്ച് നമുക്ക് കേരളത്തിനെന്ന് പറയാനുള്ളത് സദ്യയുണ്ട്. പിന്നെ പറയാവുന്നത് ഒട്ടട മാത്രമേ ഉള്ളൂ. കാരണം ബാക്കിയുള്ളതൊക്കെ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള, ഇപ്പോൾ ദോശ തമിഴ്നാട്ടിൽ നിന്ന് വന്നു, ഇഡ്ഡലി തമിഴ്നാട്ടിൽ നിന്ന് വന്നു, ചട്നി മഹാരാഷ്ട്രയിൽ നിന്ന് വന്നു, പുട്ട് ശ്രീലങ്കയിൽ നിന്ന് വന്നു, കപ്പ ബ്രസീലിൽ നിന്ന് വന്നു. അപ്പോൾ സമോസ മെഡിറ്ററേനിയൻ റീജിയൻ അറബികൾ കൊണ്ടുവന്നു. അപ്പം നമുക്കെന്ന് പറയാൻ എന്തെങ്കിലും വേണ്ടേ? നമുക്ക് ഒട്ടടയുണ്ട്, രാമശ്ശേരി ഇഡ്ഡലി ഉണ്ട്. രാമശ്ശേരി ഇഡ്ഡലി എന്തായാലും ഇപ്പോൾ നമുക്ക് കലവും അതൊന്നുമില്ല. അപ്പം ഒട്ടട നല്ല മൺചട്ടിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒട്ടട വളരെ എളുപ്പത്തിലും രുചികരമായിട്ട് പാട്ടൊക്കെ പാടി ഇങ്ങനെ എൻജോയ് നന്നായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും രുചികരമായ ഇതിനകത്ത് നമ്മള് പഴം ഇട്ടിട്ടുണ്ടോ? പഴം അരിഞ്ഞ് ഒട്ടട ശർക്കര, ശർക്കര, തേങ്ങ, ഏലക്കായ, ജീരകം. അത് നമുക്കൊരു ഫ്ലേവറിൻ്റെ ഇതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പണ്ടത്തെ ട്രഡീഷണൽ ഒട്ടട എന്ന് പറഞ്ഞാൽ 3 തരത്തിലാക്കാം. അരിമാവിൽ നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുന്നത് ഇലയട എന്ന് പറയും. നമ്മൾ ഗോതമ്മാവിൽ ഉണ്ടാക്കിയാൽ അത് ഒട്ടട എന്ന് പറയും. അപ്പോൾ അത് 2 വെറൈറ്റി. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ നമ്മൾ ചട്ടിയിലുണ്ടാക്കുന്ന വേറെ, തവയിലുണ്ടാക്കുന്ന വേറെ. അപ്പോൾ നോർത്ത് കേരളയിൽ കണ്ണൂർ പല വീടുകളിലും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടട ദോശക്കല്ലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു വേരിയേഷൻ വരും. പിന്നെ ഇതിനകത്ത് ഈ നിറയ്ക്കുന്നത് പണ്ടത്തെ രീതിയിൽ തേങ്ങയും ശർക്കരയും മാത്രമാണ് നിറയ്ക്കുന്നത്. ഇത് തേങ്ങയും ശർക്കരയും അവലും, തേങ്ങയും ശർക്കരയും അത് ഓരോ വെറൈറ്റി. ഇങ്ങനെ കാലക്രമേണ ഇലയുടെയും നമ്മൾ ഒരുപാട് സംഭവങ്ങളുടെ അതിട്ട് ഈ നമ്മൾ ഇങ്ങനെ ചുട്ടെടുക്കുന്നതിന് ഒട്ടടയെന്നും നമ്മൾ വേവിച്ചെടുത്താൽ നീരാവിയിൽ വേവിച്ചെടുത്താൽ അത് ഇലയടയും അകത്ത് വെച്ചിട്ടാണോ ഈ ശക്തി. അപ്പൊ ഇത് കൗണ്ടർ വെയിറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് പ്രസ് ആയിട്ട് നന്നായിട്ട് കുക്കാവാൻ വേണ്ടി. അപ്പൊ എന്താവും, ഇല ചുട്ട് കഴിയുമ്പം അത് വിട്ട് വരും. അതാണ് അതിന്റെ കണക്ക്. വെന്ത് കഴിഞ്ഞാൽ ഇല ചുട്ട് വരുമ്പോൾ അതിനാണ് മുകളിൽ ഇങ്ങനെ ഇത് വെച്ചിരിക്കുന്നത്. അപ്പൊ ആ വെയിറ്റില് അത് പ്രസ് ആയിട്ട്, അപ്പൊ ആ ഇല കരിയുന്നതിന്റെയും അതിന്റെ ആ ഫ്ലേവറും എല്ലാം അതിനകത്ത് വരും. ഒരു സൈഡായി പോയില്ലേ? അപ്പൊ നടക്കട്ടെ കാര്യങ്ങള്. ഞങ്ങൾ അവിടെ കാത്തിരിക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും എന്താണ് നമ്മുടെ ശ്രേഷ്ഠമായ. നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടി എക്സൈറ്റ്മെന്റ് ആയിരിക്കും. നമ്മുടെ നാടിന്റെ കുറെ കാര്യങ്ങളായതുകൊണ്ടാണ് നമുക്ക് ആ ഇഷ്ടം. ഇനി ഇപ്പൊ നിങ്ങൾ പറയില്ലല്ലോ ഒട്ടട എന്ന് പറയാൻ പറ്റില്ല. പറഞ്ഞു ഒട്ടട എന്ന് പറഞ്ഞേ, ഒട്ടട എന്ന് പറഞ്ഞേ, ഒട്ടട. അത് തന്നെ ഒട്ടട. ഓക്കെടാ ബൈഡാ. ഓക്കെടാ ഒട്ടട ബൈഡാ. കേരളത്തിൻ്റെ ട്രഡീഷണൽ ഏറ്റവും പഴകിയ സ്നാക്കായ ഗോതമ്പ് ഒട്ടട അത് ടേസ്റ്റ് ചെയ്യാനുള്ള സമയത്തെല്ലാം റെഡി ചെയ്ത്. അപ്പോൾ പ്ലേറ്റിംഗ് എല്ലാം കഴിഞ്ഞു അല്ലേ? അപ്പോൾ എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? എനിക്കിത് കഴിച്ചാലല്ലേ ഒരു സമാധാനം കിട്ടുള്ളൂ. അത്രയും നല്ലൊരു സ്മെല്ലും
ആ ഇതിൻ്റെ ഇല ആ വാടീൻ്റെ സ്മെല്ലും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കഴിക്കാനും സൂപ്പറായിരിക്കുന്നു. അപ്പൊ ഇത് ആക്കി നോക്കിയവർക്ക് എല്ലാം അറിയാം. ഇത് കഴിക്കുമ്പോ പാടുന്നത് എന്താ? പണ്ടെങ്ങാണ്ടൊരു നാടുണ്ടാർന്നേ, ആ നാട്ടില് പുഴയുണ്ടാർന്നേ, പുഴ നിറയെ മീനുണ്ടാർന്നേ, മീനിനു മുങ്ങാൻ കുളിരുണ്ടാർന്നേ. ആ നാട്ടിലെ ഒട്ടട ഉണ്ടായിരുന്നു. മുഹാദ് വെമ്പായത്തിന് താങ്ക് യു.